പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ പകലിൽ കടന്നു വരുവാനും ദൈവത്തിന് വചനവുമായി നിൽപ്പാനും ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവദാസൻ്റെ സഭയുടെ പാസ്റ്ററായിട്ട് ഇരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അതിനു മുൻപ് കാണാനും പരിചയപ്പെടുവാനും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരിൽ ചില വർഷങ്ങൾ കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവത്തിൻ്റെ ദാസന് ദൈവം ഭാഗ്യം കൊടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഭാ പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വിവിധ നിലകളിൽ ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളും പുതുശ്ശികളും ഭംഗിയായി ചെയ്യുന്ന അനുഗ്രഹിക്കുന്നതിനായ ദൈവത്തിൻ്റെ ദാസൻ വളരെ ശുഷ്കാന്തിയോടെ ഊർജ്ജസ്വലതയോടെ യാതൊരു മടിയും കൂടാതെ ദൈവം കൊടുത്ത ആരോഗ്യം വളരെ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ അനീഷ് പാസ്റ്റർ, ദൈവദാസി മിരിയാം, കുഞ്ഞുങ്ങൾ, അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങൾ അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് ദേശത്തിനും ദൈവസഭയ്ക്കും അനുഗ്രഹമാകട്ടെ എന്ന് വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്ഷൻ്റെ 14 സെക്ഷൻ്റെ പ്രൊസ്പെക്ടർ പാസ്റ്റർ വൈത്തോമസ് അമ്പറുകൾ, പ്രിയ പാസ്റ്ററുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം, ഞങ്ങൾ വളരെ അടുത്ത് ഇടപെടുന്ന ദൈവദാസന്മാരാണ്. പ്രിയ വൈത്തോമസ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഇന്ന് പകലിൽ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി കാലത്തിന് ശേഷമാണ് ഇങ്ങനെ യോഗത്തിൽ ഉപവാസ പ്രാർത്ഥന ആരാധനയിൽ ഒരിക്കൽ ഞാൻ അവരുടെ സഭയിൽ, ചെങ്കിലാത്ത് സഭയിൽ പോയി ഒരു ആരാധനയിൽ പങ്കെടുത്ത പാസ്സുണ്ടായിരുന്നു ഞാൻ തോന്നുന്നു. മറ്റു പല വേദികളിൽ ഉണ്ടെങ്കിലും ഇന്നിങ്ങനെ ഒരു പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മറ്റു പല ദൈവദാസന്മാരിവിടെയുണ്ട്, എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 19 ദിവസമായി പകലും രാത്രിയിലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 38 മെസ്സേജെങ്കിലും കുറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു കടശി യോഗമാണ്, കടശി. അതുകൊണ്ട് ഇന്ന് നമ്മൾ പകലും വൈകിട്ടും വളരെ ഷോർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാനായി പോവുകയാണ്. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്തായാലും വേഗത്തിൽ ഈ ആലയത്തിൻ്റെ പണികളൊക്കെ ഇത്രയും ഭംഗിയായി ക്രമീകരിച്ച് വേഗത്തിൽ ഇവിടെ കയറി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. വന്നപ്പോൾ അറിയുന്നു ഇവിടെ ഭയങ്കര വിശാലമായ ഹോളിലാണ് ആരാധന നടക്കുന്നത്. എന്തെല്ലാം വേഗത്തിൽ സംഭവിച്ചു. പ്രൈസ്തലോ. വിശേഷിച്ച് കമ്മിറ്റിക്കാരെയും സഭയും വിശേഷാൽ അഭിനന്ദിക്കുന്നു. കർത്താവിന് കൃപ കൂടെ ഇരിക്കട്ടെ. വിശാലമായ ക്രമീകരണങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ഒത്തിരി സമയം കളയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിലേക്ക് നൽകിയ ചിന്ത യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ്തലോ. ഇന്ന് രാവിലെ സമയം നൽകിയ വചനത്തിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാണ് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അതിരങ്ങളെ തുറന്നാട്ടെ. ഇന്ന് പകൽ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ദൈവദാസന്മാരുടെ പ്രതിനിധിയായി
പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനായി അടിയനെ ഇവിടെ കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ വന്നേക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കേണ്ടതിനായിട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാട്ട് പാടുന്നില്ലെങ്കിലും, ഡ്രം അടിക്കുന്നില്ലെങ്കിലും, ഓർഗൻ വായിക്കുന്നില്ലെങ്കിലും എല്ലാവരും രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാണ്. ശിഖരബല ഹതുനരബശ്യാദല ശബലബല ഹതുനരബശ്യാദല Glory, Bala Haduna, Redala, Handana, Regedosia. പരിശുദ്ധാത്മാവേ, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. Glory, hallelujah, hallelujah. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വചനം നിന്റേത്, ജനം അവിടുത്തേത്, ദൈവദാസന്മാരാകുന്ന അടിയങ്ങൾ അവിടുത്തെ വകയാ. ഏതാത്മാവനാൽ ഈ വചനം എഴുതിയോ അതേ ആത്മശക്തിയോടെ സംസാരിപ്പാൻ അടിയനെ ഉപയോഗിക്കണമേ. അടിയനെ അവിടുത്തെ ശബ്ദമാക്കി മാറ്റണമേ, അവിടുത്തെ ആദരമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിശുദ്ധാത്മാവിന്റെ യോഗത്തെ നിയന്ത്രിക്കണം. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ സന്ദേശം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അത് വളരെ കാര്യമാധികം പ്രാവശ്യം സംസാരിക്കാത്ത ഒരു ശബ്ദമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് പുറത്തെങ്ങും ഞാൻ പോയി സംസാരിച്ചിട്ടുമില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് ഇന്നലെ പ്രാർത്ഥനാമുറിയിൽ ആത്മാവെനിക്ക് നൽകിയ ഒരു ചിന്ത, ഈ കടശി പകലിൽ നിങ്ങളുമായി സംസാരിപ്പാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്, പ്രവചന പുസ്തകങ്ങളാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യഹൂദയോട്, യെരൂശലേമിനോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ. BC 740 680 കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് ദൈവജനത്തിന് കൊടുത്ത ദൂതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധി. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ വിട്ടുപോയപ്പോൾ ദൈവം അവരെ ചില ബാലശിക്ഷയിലൂടെ നടത്തിയ വേദഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. എന്നാൽ 40-ാം അധ്യായത്തിൽ ആശ്വാസത്തിൻ്റെ ദൂത് തൻ്റെ ജനത്തിന് തൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആത്മാവിന് പറയാനുള്ള ആശ്വാസത്തിൻ്റെ ദൂത് പരാജയങ്ങളും ക്ഷീണങ്ങളും എല്ലാം മാറി ഇതുവരെ ഇല്ലാത്ത അനുഭവത്തിലേക്ക് തൻ്റെ ജനത്തെ കൈപിടിച്ച് നടത്തുവാൻ ആശ്വാസത്തിൻ്റെ ദൂതുമായി അന്ന് യെശയ്യാവിനെ അയച്ചതുപോലെ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന തൻ്റെ ജനത്തിന് ഒരു വ്യത്യസ്തമായ ആശ്വാസത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നൽകുവാനായി പോകുകയാണ്. ഇവിടെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം ഒത്തിരി പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തിൻ്റെ ജനം ചോദിക്കുക, എൻ്റെ വഴി എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്നു, ദൈവം ഉപേക്ഷിച്ചു. അപ്പം വളരെ നിരാശജനകമായ ഒരു പ്രതീക്ഷയില്ലാതെ ദൈവം പല കാര്യത്തിനും മറുപടി നൽകാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ വേദഭാഗത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. അതിൻ്റെ മറുപടിയായിട്ട് ദൈവം അടുത്ത വാക്യങ്ങളിൽ പറയുന്നു ദൈവം ആരാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. യഥാർത്ഥ ദൈവം ആരാണെന്ന് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ്
ദൈവജനത്തോട് ദൂത് പറയുക. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും വളരെ കാതലായ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ആ സാഹചര്യത്തിൽ ദൈവത്തിന് പറയാനുള്ള പല കാര്യത്തിനും മറുപടി കിട്ടാതെ വിഷമത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കഴിഞ്ഞ 20 ദിവസങ്ങളായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, പഴയതെല്ലാം മറന്ന് ദൈവാലയത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ആലയത്തിൽ വന്നോ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം വിടുതൽ അയച്ചിരിക്കുകയാണ്. ആ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ പാസ്റ്റർമാരുടെ മുമ്പിലല്ല വന്നിരിക്കുന്നത്, സാക്ഷാൽ ദൈവം ആരാണ് ആ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഇന്നും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവന്റെ പ്രവൃത്തിക്ക് മുൻപിൽ ആർക്കും ഒതുങ്ങുവാൻ കഴിയത്തില്ല. ചെയ്യേണ്ടത് മുഴുവൻ നന്നായി ചെയ്യുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ വിശ്വസ്തകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ. സ്തോത്രം. 20 ദിവസത്തെ യോഗങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് തിരക്കുകളുടെ നടുവിൽ ദൈവദാസനും കുടുംബവും ദൈവമക്കളും ഒക്കെ കാത്തിരുന്നതിൻ്റെ പിന്നിൽ വേദശാസ്ത്രപരമായി തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. മനസ്സിലായില്ലേ? ജോലിയില്ലാത്തത് കൊണ്ടൊരു പ്രോഗ്രാം നടത്താനല്ല ഈ യോഗം ക്രമീകരിച്ചത്. ഇതിൻ്റെ പിന്നിൽ വന്നിരുന്നത് എവിടാന്നറിയാമോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ കാത്തിരുന്ന ആരെയും ദൈവം വെറുതെ അയച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് സാരയോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ നീണ്ട 25 വർഷം കാത്തിരുന്നു. സ്തോത്രം. കാത്തിരുന്നു. എന്തിനാണെന്നറിയാമോ? ഒരു വാഗ്ദത്തത്തെ സന്തതിക്ക് വേണ്ടി, ദൈവം പറഞ്ഞ ചില ദൂതിൻ്റെ നിവർത്തിക്ക് വേണ്ടി ഞങ്ങൾ ചില വർഷങ്ങൾ കാത്തിരുന്നവരാ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലര് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നവരാ. പക്ഷേ അപ്രതീക്ഷിതമായ സമയത്ത് ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി അപ്രതീക്ഷിതമായ സമയത്ത് ദൈവം ഇറങ്ങി ചില വൻകാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ചില ജനനങ്ങൾ നടക്കാൻ പോകുക. ദൈവം നേരിട്ടിറങ്ങി വരുമ്പോഴുണ്ടല്ലോ, അവൻ ചില ജനനങ്ങൾ ചില കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. യേശുവിനെ കല്ലിങ്കടവ് ദൈവസഭയ്ക്കകത്ത് കാത്തിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ഇതുവരെ നടക്കാത്ത ചില ജനനങ്ങള് ചില കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാ. അത് ഈ പള്ളിക്കകത്ത് വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നീ കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുതി തള്ളിയ ചില കേസ് ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് കൈകാര്യം ചെയ്യാൻ പോകുക. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ചിലത് കൈകാര്യം ചെയ്യാൻ പോകുക. Praise the Lord. Praise the Lord. സ്തോത്രം.
കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വ്യത്യസ്തമായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തേജസ് കണ്ടിറങ്ങിയതാ അല്ലേ? ചില അധ്യായം കഴിഞ്ഞപ്പം പിന്നെ വൈത്തോസ് മാസേ അബ്രഹാം കണ്ടത് മോസ്റ്റ് ഹൈ ഗോഡ്, അത്യുന്നതനായ ദൈവത്തെ ചില വർഷം കഴിഞ്ഞപ്പം അബ്രഹാം കണ്ടു. സ്തോത്രം. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ എൽഷദായി സർവശക്തിയുള്ള ദൈവത്തെ അബ്രഹാം കാണാനിടയായി. അപ്പോൾ വർഷം എത്ര എന്നറിയാമോ? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് 23 വർഷങ്ങൾ കുറഞ്ഞത് പിന്നിട്ട് കാണും. മനസ്സിലായില്ലേ? ഞങ്ങളെപ്പോലുള്ള പാസ്റ്റേഴ്സ് ആണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പം ക്ഷീണിച്ച് തളർന്ന് താടിയൊക്കെ നരച്ച് ഒരു പരുവത്തിനായിരിക്കും ഇറങ്ങി വരുന്നത്. പക്ഷേ ദൈവം തമ്പുരാൻ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നത് എങ്ങനെയാണെന്നറിയാമോ? എൽ ഷദായി ആയിട്ട്, എന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള ദൈവമായി അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരാനിടയായി. എന്നാ കാര്യം എന്നറിയാമോ? കാത്തിരിക്കുക. അബ്രഹാമും സാറായും ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം വ്യത്യസ്തമായിട്ട് ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി എന്നറിയാമോ? വർഷങ്ങളായി നടക്കാത്ത ഒരു ജനനം അബ്രഹാമിന്റെ കൂടാരത്തിൽ നടക്കാൻ, ഒരു അത്ഭുതം നടത്തുവാൻ സ്വർഗം നേരിട്ട് നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സന്ദർശനം എവിടെ ഉണ്ടോ അവിടെ ചില ജനനം നടക്കാൻ പോകുകയാ. ആത്മാ വിളിച്ചു പറയുന്നു, ഈ പള്ളിക്കകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ജനനങ്ങൾ നടക്കാൻ പോകുകയാ, ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ട്. അവിടെ ദൈവത്തിന്റെ നിവർത്തി വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഇടപെടലുകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാ. 19 ദിവസം കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക സന്ദർശനം 20ാമത്തെ പകലിൽ ഇത് ആത്മാവ് നിനക്ക് വേണ്ടി അയക്കാൻ പോകുകയാ. സ്തോത്രം. രാവിലെ വചനം കേൾക്കുക മാത്രമല്ല, കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി. അവൻ സ്തോത്രം. ഞാൻ ഇവിടെയൊന്നും അല്ല നിൽക്കാൻ പോകുന്നത്, ജസ്റ്റ് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ചില ദിവസങ്ങൾ പെട്ടകത്തിനകത്ത് കാത്തിരുന്നു അല്ലേ? എന്തിനാണെന്നറിയാമോ? ആ ജലപ്രളയം ഒന്ന് നിൽക്കണം, പെട്ടകം ഒന്ന് ഉറയ്ക്കണം അല്ലേ? അത് മാത്രമല്ല, ആശിക്കുന്ന സമയമാകുമ്പോൾ എനിക്ക് കരയിൽ എന്ത് ചെയ്യണം? എൻ്റെ വലത് കാലെടുത്തൊന്ന് വെക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാനത് ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ യോഗം കഴിയുമ്പോൾ നിന്നെ ഒഴുക്കിക്കൊണ്ട് നടക്കുന്ന ചില മണ്ഡലത്തിൻ്റെ അതിൻ്റെ വേഗത കുറയാൻ പോകുകയാ. ചിലയിടത്ത് നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. നീ ചില കരയിലേക്ക് നിന്റെ വലത് കാലെടുത്ത് വയ്ക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, സ്വർഗം നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. ചില ദിവസങ്ങളായി, മാസങ്ങളായി നീ ഒഴുകി നടക്കുകയാ. എവിടെ ഉറയ്ക്കണമെന്നറിയത്തില്ല, എവിടെ സെറ്റിൽ ചെയ്യണമെന്നറിയത്തില്ല, എവിടെ പാർക്കണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പക്ഷേ വളരെ നിരാശയോടെ കൂടെ പോകുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ പെട്ടകത്തിനകത്ത് വെയിറ്റ് ചെയ്യണം. ചാടി കയറി ഇറങ്ങിയാൽ എവിടെ ഇറങ്ങും? വെള്ളത്തിക്കാല് വയ്ക്കും.
വെള്ളത്തിൽ കാലി വയ്ക്കും കേട്ടോ, വെള്ളത്തിൽ കാലി വയ്ക്കും. പ്രൈസലോ, നീ വേഗത്തിലൊന്നും ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ സമയം വരെ നീ പെട്ടകത്തിനകത്തങ്ങ് വെയിറ്റ് ചെയ്താൽ സമയമാകുമ്പോൾ നീ കരയ്ക്കകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ യോഗം കഴിയുമ്പോൾ ചിലര് സ്വസ്ഥരാകാൻ പോകുക. ചിലരെ ആത്മ ഉറപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില് ചില കുടുംബങ്ങളെ പരിശുദ്ധൻ ഉറപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില് യേശുവിൻ നാമത്തില് സ്വർഗം ചിലതിനെ ഉറപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്ന സമയം വരെ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് വളരെ കാത്തിരുന്നത് കൊണ്ട് അവർ നിന്ദിതരായില്ല, അവർ ലജ്ജിതരായില്ല. റൈറ്റ് ടൈമിൽ ദൈവം അവരെ ഉറപ്പിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഉറപ്പിക്കാനുള്ള യോഗത്തിനകത്ത് വന്നിരിക്കുന്ന ചിലരോട് ദൂത് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വേവലാതി പൂണ്ടിരിക്കുന്നെങ്കിൽ ഇതാ സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ പോകുക. യേശുവിന്റെ നാമത്തില് ഇതാ സ്വർഗം നിനക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സന്ദേശം വീടുകളിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ കണ്ടേക്കാം, വാച്ച് ചെയ്യുന്നവർ കണ്ടേക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടിൽ ചിലരോട് ദൂതുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഞാൻ വിശ്വസിക്കുന്നു ഒരാഴമേറിയ ഒത്തിരി സന്ദേശത്തിലേക്കല്ല ഞാൻ പോകുന്നത്. നീ കാത്തിരിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തിക്കുന്ന സ്ഥലത്തല്ല നിന്നെ കൊണ്ടെത്തിക്കുന്നത്. ദൈവം കരുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശിഖരബല ഹതുനരബസിയാദല. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ജോസഫ് 13 വർഷം കാത്തിരുന്നു. സ്തോത്രം അല്ലേ? സ്തോത്രം. കൊച്ചു ദർശനം ചെറുപ്പത്തിൽ കൊടുത്തതാ. വർഷങ്ങൾക്ക് മുൻപ് ചെറുപ്പത്തിൽ ഒരു കൊച്ചു ദർശനം. ജോസഫിന്റെ കാര്യമൊക്കെ അറിയാൻ വയ്യാത്ത ആരാ? ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷേ 13 വർഷം കഴിഞ്ഞപ്പം എവിടെ ചെന്നെന്നറിയാമോ? എവിടെ ചെന്നു? എത്തേണ്ടിടത്ത് എത്തി. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നീണ്ട 13 വർഷങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടാനിടയായി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അവൻ ഇടയ്ക്ക് നിന്നെ ഓർക്കാമെന്നും നിന്റെ കാര്യം കൈകാര്യം ചെയ്യാമെന്നും നിന്റെ കാര്യം പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞവര് വഴിമാറിപ്പോയപ്പോഴും സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് ചെയ്യാമെന്ന് പറഞ്ഞ ചിലർ വഴിമാറിപ്പോകുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മനുഷ്യന്റെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാൻ നിന്റെ ജീവിതത്തിൽ ഇതാ വെളിപ്പെടാൻ പോകുക. മനുഷ്യന്റെ പ്ലാനുകൾ മാറിപ്പോയേക്കാം, എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ നിന്റെ കൂടാരത്തിൽ ഇതാ വെളിപ്പെട്ടു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷങ്ങളായി ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതാ സ്വർഗം നിനക്ക് വേണ്ടി ഇതാ ചലിക്കാൻ പോകുക.
നിരാവിലെ സമയം അങ്ങനെ ഭൗതിക വിഷയത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോസ്തലന്മാരോട് ചോദിച്ചാൽ അവർ പറയും, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? അല്ലേ വൈദ്യോസ്വാസെ? കാത്തിരിക്കണം. എന്തിനാ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. വാഗ്ദത്തത്തിന് വേണ്ടി. എന്തോ വാഗ്ദത്തവാ? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. അപ്പം നമ്മൾ ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? എല്ലാവരും ഫാസ്റ്റ് ഫുഡ് മേടിക്കാൻ പോകുന്ന പോലെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെയല്ലേ? എല്ലാവർക്കും എല്ലാം കാര്യം പ്രൈസ്തലോ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ശിഷ്യന്മാരോട് പറഞ്ഞു, അങ്ങനെ ഫാസ്റ്റ് ഫുഡ് മേടിക്കാൻ പോകുന്നത് പോലെ ഈ ദൈവശക്തി മേടിക്കാൻ പറ്റില്ല, അതിനു വേണ്ടി വില കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വില കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവശക്തി പകരാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എത്ര ദിവസം കാത്തിരുന്നെന്നറിയാമല്ലോ? 10 ദിവസം ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവശക്തി അവരുടെ മേൽ നിഴലിടുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ഭൗതിക വിടുതലുകൾ മാത്രമല്ല, ആത്മാവിൻ്റെ ശക്തിയും 20-ാമത്തെ പകൽ ആമേൻ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, മഴ പെയ്തിറങ്ങുന്നത് പോലെ ഈ പള്ളിക്കകത്ത് പരിശുദ്ധാത്മാവ് അത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാ. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. സ്തോത്രം, അല്ലേ? ഇന്നത്തെ പകലും ഈ രാത്രി യോഗത്തിലും നിങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. മറ്റെല്ലാ ബിസിനസ്സും വേണ്ടാന്ന് വെച്ചിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? കാത്തിരിക്കുമ്പോൾ ദൈവം ചിലത് നമ്മുടെ മേൽ പകരും. നിങ്ങളെ കാത്തിരിക്കുന്നതിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും തെറ്റിച്ച് കളയുന്ന ഫോണായിരിക്കാം, വാട്സപ്പായിരിക്കാം, എന്തെല്ലാം ബിസിനസ്സുകളുണ്ടെങ്കിലും കുറഞ്ഞത് ഈ ഇന്നും നാളെയും നിങ്ങളത് ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിച്ച് ദൈവപാദപീഠത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ യോഗത്തിൽ ചെയ്യേണ്ടത് മുഴുവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ ചെയ്യാനായിട്ടിടയാകും. മനസ്സിലായില്ലേ? അതാർക്കാ ചെയ്യാൻ കഴിയുന്നതെന്നറിയാമോ? ഒരു പാസ്റ്റർമാർക്കല്ല ചെയ്യാൻ കഴിയുന്നത്. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത് പരിശുദ്ധാത്മാവ് നന്നായി നമ്മുടെ നടുവിൽ ചെയ്യാനിടയായി തീരും. ഹല്ലേലൂയ. ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ സ്തോത്രം ശക്തിയെ പുതുക്കും. സ്തോത്രം. കാത്തിരിക്കുക. അതിന് കൊടുത്തേക്കുന്ന സാദൃശ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അതാ അപ്പം കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുമ്പം കാത്തിരിക്കുന്നവർ
ശക്തിയെ പുതുക്കും. അതിന് കൂടെ നിങ്ങൾക്കറിയാം, കഴുകൻ്റെ കാര്യം ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ചാണ് ഇവിടെ. ഈഗിൾ ഈസ് എ മാസ്റ്റർ ഓഫ് ചേഞ്ച് മാനേജ്മെന്റ്. കഴുകനാണ് മാറ്റത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, അനേക പ്രാവശ്യങ്ങൾ സന്ദേശം കേട്ടിട്ടുണ്ടോ? 30 വർഷം ഒരു കഴുകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ 30 വർഷം കഴിയുമ്പോൾ 50 വർഷത്തിനുള്ളിൽ എന്താ, അതിൻ്റെ പഴയ തൂവലുകളെല്ലാം വേണ്ട എന്ന് വെച്ച് ഒരു പുനർജന്മത്തിന് വേണ്ടി ആമേൻ അത് ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷം ഓടിക്കഴിയുമ്പോൾ അതിന് തന്നെ ഒരു ചിന്തയുണ്ടാകും, ഇങ്ങനെ അങ്ങ് പറ്റില്ല, ഒരു മാറ്റം എനിക്ക് വേണം. ജനിക്കുമ്പം മുതലേ മാറ്റമാണ്, അത് ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല അല്ലേ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സ്തോത്രം കൂടിന് മാറ്റം ഉണ്ടാകും. ഘട്ടം ഘട്ടമായ പലതരത്തിലുള്ള മാറ്റങ്ങളാണ്. അമ്മ തന്നെ കൂട് ഉണ്ടാക്കുന്നു, പിന്നെ കൂട് പൊളിക്കുന്നു, പല പല മാറ്റങ്ങൾ വരും. പക്ഷേ അങ്ങനെ ഉയരത്തിലൊക്കെ പറന്നുകൊണ്ടിരിക്കുന്ന കഴുകൻ ഒരു 30-50 വർഷമൊക്കെ ആ 30 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 50 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നറിയാം, കൃത്യമായിട്ട് അതിൻ്റെ അല്പസമയങ്ങൾ ഒരു 5 മാസമൊക്കെ ചെലവഴിച്ച് പഴയ തൂവലുകളൊക്കെ വേണ്ട എന്ന് വെച്ച് അതൊരു പുതിയ ജനനത്തിന് വേണ്ടി സ്വതന്ത്ര സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. അത് വാസ്തവത്തിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സമയമാണ്, വേദനാജനകമായ നിമിഷങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് പൂർത്തീകരിക്കുവാൻ ചില മാസങ്ങൾ എടുത്തെന്ന് വന്നേക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുറഞ്ഞതൊരു 5 മാസമെങ്കിലും ചെലവഴിച്ചെങ്കിൽ മാത്രമേ ആ പഴയ ശക്തിയിലേക്ക് കഴുകന് മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അതേ എക്സാമ്പിളാണ് ഇവിടെ ദൈവജനത്തോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇത് 6 മണിക്കൂർ കൊണ്ടും 12 മണിക്കൂർ കൊണ്ടും വേഗത്തിൽ ലഭിക്കുന്നതല്ല. കുറച്ച് സമയങ്ങൾ ചെലവഴിച്ച് വേദനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്, ഒരു വലിയ മാറ്റം ദൈവം നിങ്ങളുടെ മേൽ വരുത്താനായി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ഒരു വലിയ മാറ്റം ഞാൻ തൻ്റെ ജനത്തിൻ്റെ മേൽ അവൻ അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഓർത്തോണം, ഇതിനകത്ത് വന്നിരിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിങ്ങളുടെ മേൽ കാത്തിരിക്കുമ്പോൾ ഒരു വലിയ മാറ്റം പരിശുദ്ധാത്മാവ് ഇതിന് നടുവിൽ അയക്കാൻ പോകുകയാണ്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാവിലെ മാറ്റം വേണ്ടിയവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു മാറ്റം ദൈവാത്മാവ് കൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ യോഗം കഴിയുമ്പോൾ ഒരു ചേഞ്ച്, ഒരു മാറ്റം ദൈവം നിന്റെ മേലും എൻ്റെ മേലും അയക്കാൻ പോകുന്നെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ ഷോർട്ട് കട്ടായി സംസാരിക്കേണ്ട പ്രധാന കാര്യം, ഈ മാറ്റമെന്ന് പറയുന്നത്, സ്തോത്രം, ഇത് ഉയരത്തിൽ ഏകദേശം 10,000-നും 15,000-നും അടി ഉയരത്തിലായിരിക്കും ഇത് പറക്കാൻ തുടങ്ങും. സ്തോത്രം. മനസ്സിലായില്ലേ? നന്നായിട്ടൊരുങ്ങി പഴയ സ്വഭാവങ്ങളിലും പഴയ രീതികളും ഒക്കെ വേണ്ട എന്ന് വെച്ച് ഒരു പുതുക്കത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പം ഇത് താഴെയല്ല പറക്കാൻ പോകുന്നത്, ഉയരത്തിലാണ് പറക്കുന്നത്. ഒരു സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെയുള്ള ദൈവമക്കൾ ഉയരത്തി പറക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉയരത്തി പോണമെന്നുണ്ടെങ്കിൽ ഈ അകത്ത് ശക്തി കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഇവിടുത്തേതൊക്കെ കണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, യോഗത്തിനും വരേണ്ട കാര്യമില്ല, വെറുതെ അങ്ങിരുന്നാ മതി. പക്ഷേ ഉയരത്തി പറക്കണമെന്നുണ്ടെങ്കിൽ അവൻ അകത്ത് ശക്തി കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാണ്, അകത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ നീ ഇവിടല്ല കാണാൻ പോകുന്നത്, ഉയരത്തിൽ പറക്കാൻ. സ്തോത്രം. ഇന്ന് രാവിലെ ഈ അന്യഭാഷയൊക്കെ പറയണം, പരിശുദ്ധാത്മ ശക്തിയൊക്കെ വേണമെന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ പാസ്റ്റർമാരിങ്ങനെ പറയുന്നതാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. അല്ല, ചിലരെ ഉയരത്തിൽ കൊണ്ടുവരാൻ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് ചിലരെ പൊക്കിക്കൊണ്ടുവരാൻ അകത്തെന്തോ വേണമെന്നറിയാമോ? ഒരു ദൈവശക്തി വേണം. ഒന്ന് സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യോഗം കഴിയുമ്പോൾ ചിലരുടെ പറക്കൽ എന്ന് പറയുന്നത് ഇതുവരെ പറന്നതുപോലെ പറക്കാൻ പാടില്ല. വ്യത്യസ്തമായി കുറഞ്ഞത് ഒരു 2 അടിയെങ്കിലും ഉയരാൻ റെഡിയാകണം. മനസ്സിലായില്ലേ? ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഇതുവരെ പറന്നതുപോലെ പറക്കാനല്ല. ആമേൻ. ഈ 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, പിന്നെയോ ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതുവരെ പറന്നതിനേക്കാൾ ഉയരത്തിൽ പറക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ തീരുമാനമെടുത്തിയ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ഇതുവരെ പൊങ്ങത്തില്ല, ഇതുവരെ പറക്കത്തില്ല എന്ന് പറയുന്ന വർഷങ്ങളായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ചിലതിനെ ഉയരത്തിലേക്ക് പറപ്പിക്കാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നത് സംഭവിക്കാൻ പോകുക. Glory. Hallelujah, hallelujah, hallelujah. Praise the Lord. ശ്രദ്ധിക്കണേ, ഉയരത്തിൽ പറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഒറ്റയ്ക്ക് പറക്കും, ഇല്ലെങ്കിൽ കഴുകൻ്റെ കൂടെ മാത്രമേ കഴുകൻ പറക്കത്തുള്ളൂ. ഈ ഇവിടൊക്കെ കാണുമ്പോൾ കാക്കയുടെ കൂടെയും പറക്കും, പക്ഷെ എല്ലാ പക്ഷിയുടെയും കൂടെ വേണമെങ്കിൽ പറക്കും. പക്ഷെ ഉയരത്തിലേക്ക് കയറുമ്പോഴുണ്ടല്ലോ, കാക്ക കാണത്തില്ല, ഇവിടുത്തെ മൈന കാണത്തില്ല, പിന്നെ നിന്റെ കൂടെ കഴുകൻ മാത്രമേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് കയറും തോറും വിശുദ്ധന്മാര് മാത്രമേ കാണത്തുള്ളെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ഈ ശക്തി അകത്ത് കയറിയ നിന്റെ കൂട്ടുകെട്ട് വിടാൻ പോവുക. നിന്റെ പഴയ കൂട്ടുകെട്ട് മാറാൻ പോകുകയാണ്. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഈ 20 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ കൂട്ടുകെട്ട് മാറണമെങ്കിൽ ഈ കഴുകന്റെ ശക്തി അകത്ത് വരണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അല്ലാതെ നാളത്തെ യോഗം കഴിയുമ്പോൾ നാളെ കഴിഞ്ഞ് മുതൽ പണ്ടത്തെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആണ്. അതിനു വേണ്ടിയല്ല ഈ ശക്തി നിന്റെ മേൽ പകർന്നേക്കുന്നത്. ഒന്നുകിൽ നീ ഒറ്റയ്ക്ക് പറന്നോണം, ഇല്ലെങ്കിൽ കഴുകന്റെ കൂടെ പറന്നോണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് നിന്റെ കൂട്ടുകാരെ കാണുമ്പോഴറിയാം നീ ഏത് ഗണത്തിലാണ്. ആത്മശക്തി പ്രാപിച്ച നീ ഉണ്ടല്ലോ, ആത്മശക്തി പ്രാപിച്ചവൻ്റെ കൂടെ ഇരിക്കത്തുള്ളെന്ന് മനസ്സിലായില്ലേ? നിന്റെ കൂട്ടുകാരെ കാണുമ്പോഴറിയാമെന്ന് നീ ഇപ്പോഴേത് ശക്തിയിലാണ് വന്നേക്കുന്നതെന്ന്. സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. പെന്തക്കോസ്തുകാരനെ കണ്ടാൽ അറിയാമെന്ന്, അഭിഷിക്തന്മാരെ കണ്ടാൽ അറിയാമെന്ന്, അവരാരുടെ കൂടെ നടക്കുന്നതെന്ന്. ഓ
യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ യോഗം കഴിയുമ്പോൾ ഹല്ലേലൂയ നിന്റെ കൂട്ടുകെട്ടിന് വ്യത്യാസം വരുത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ പഴയ കൂട്ടുകെട്ടുകളല്ല, ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി ഇതുവരെ പോകാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് നിന്നെ കുതിപ്പിച്ച് നിന്നെ കുതിച്ച് പറപ്പിക്കാൻ പോകുക, നിന്നെ കുതിച്ച് പറപ്പിക്കാൻ പോകുക. സ്തോത്രം. ലെവല് മാറണമെങ്കിൽ എന്തോ വേണം? ലെവല് മാറണമെങ്കിൽ കൂട്ടുകെട്ട് മാറണം. കൂട്ടുകെട്ട് മാറണമെങ്കിൽ ഉയരത്തി വന്നെങ്കിലേ താഴത്തെ കൂട്ടുകെട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കഴുകൻ്റെ മാറത്തുള്ളൂ. അത് മോളോട്ട് കയറണമെങ്കിൽ ആമേൻ താഴെ ശക്തി പ്രാപിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ യോഗത്തിനകത്ത് ആത്മാവ് അദൃശ്യമായി ചില കാര്യങ്ങൾ ഇതിൻ്റെ നടുവിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇതുവരെയുള്ള നിന്റെ കൂട്ടുകെട്ട് മാറി ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ആത്മാവിന് നിന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തി. സ്തോത്രം. അഭിഷേകമുള്ളവൻ്റെ കൂടെ കൂട്ട്. സ്തോത്രം സ്തോത്രം. ആ പള്ളിക്കകത്തൊരു കൂട്ടുകെട്ടും പുറത്തെ വേറെ കൂട്ടുകെട്ടുമല്ല. സ്തോത്രം. ആ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോഴേ പത്രോസ് ഇപ്പൊ എവിടെ? അനിശ്വാസനെ പഴയ പത്രോസല്ല. സ്തോത്രം. പഴയ പത്രോസല്ല. പത്രോസിൻ്റെ കൂടെ ആരുണ്ട് മോനെ? യോഹന്നാനുണ്ട്, ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. സ്തോത്രം. പ്രീശല്ലോ. രാവിലെ ഈ സമയം പരിശുദ്ധാത്മാവിനെ അർപ്പിക്കാനുള്ളത്, അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, ഈ ശക്തി നിങ്ങളുടെ മേൽ പകരുമ്പം നിങ്ങൾ ഉയരത്തിലേക്ക് കയറുകയാണ്. ഉയരത്തിൽ കയറുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് അന്യഭാഷ കൊഴുപ്പിന് പറയാനല്ല, നിന്നെ ഒന്ന് ഉയരത്തിക്കൊണ്ടിരാനാ. ഉയരത്തിൽ വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉയരത്തിൽ വേണമെന്ന്. യേശു കഴിഞ്ഞ 60 വർഷമായി പഴയ പടി കിടക്കുകയല്ലേ. ഇവിടെ കിടന്ന് കറങ്ങാനല്ല നിന്നെ വിളിച്ചേക്കുന്നത്, ഉയരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇപ്പോൾ ഈ യോഗത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ദൈവം അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചില പഴയ ബന്ധങ്ങൾ വിട്ട് ചിലരെ പരിശുദ്ധാത്മാവ് പൊക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില ലെവല് മാറാൻ പോകുക. ചിലരുടെ ലെവല് ദൈവം മാറ്റിയെടുക്കാൻ പോകുക. ശുശ്രൂഷയുടെ ലെവല് മാറ്റാൻ പോകുക. ചില അധികാരത്തിന്റെ ലെവല് മാറ്റാൻ പോകുക. യേശുവിന്റെ നാമം സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. ചില ലെവലിയ മാറ്റിയെടുക്കാൻ പോകുക. ലെവൽ. ഓ യേശുവിന്റെ നാമത്തില് 5000 ലെവൽ ഉയരത്തിൽ പൊങ്ങിയ അത് 10000ത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. അത് 15000ത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. ലെവലിയ മാറ്റിയെടുക്കാൻ പോകുക. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. രണ്ട്, ഈ കഴുകന് എക്സലന്റ് വിഷൻസ് ആയിരിക്കും, നല്ല കോൺസെൻട്രേഷനാ. സ്തോത്രം.
എന്താണ് നന്നായിട്ടറിയാം. സ്തോത്രം. ഉയരത്തിൽ പറക്കുന്ന കഴുകനറിയാം, നല്ല ദർശനമുണ്ട്, ലക്ഷ്യം എന്താണെന്ന് ശരിക്കറിയാം, ശത്രുക്കളെ കാണാനുള്ള കാഴ്ചപ്പാടുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു ദർശനം, നിനക്ക് നല്ല കാഴ്ചപ്പാട് നിനക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലേക്ക് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഉയരത്തിലേക്ക് വന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഓ റബ ശംദന റബസിയാദല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ദർശനങ്ങളുണ്ടെങ്കിൽ സമയം, എനർജി എല്ലാം അതിനുവേണ്ടി എന്ത് ചെയ്യത്തുള്ളൂ? ഉപയോഗിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ അകത്ത് ഈ ദൈവശക്തി ഉണ്ടായേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉയരത്തിൽ എത്രത്തോളം നിൽക്കുന്നോ അന്നേരം നിങ്ങൾക്കറിയാം എവിടെല്ലാം ശത്രു കൂടുകെട്ടിയിട്ടുണ്ട്, നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം ഈ ഉയരത്തിലുള്ള കഴുകന് നന്നായിട്ട് അറിയാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അടുത്ത ചില ദിവസങ്ങളിൽ നീ ശത്രുവിന്റെ പാളയത്തിൽ അമ്പ എയ്യത്തക്ക നിലയിൽ, ശത്രുവിന്റെ അണിയറി നീക്കങ്ങളെ കണ്ടുപിടിക്കത്തക്ക നിലയിൽ ദൈവം ചില കൃപാവരങ്ങളുടെ കാഴ്ച, ചില കൃപാവരങ്ങളുടെ പകർച്ച പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാനിടയാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശതന രഗത ഹന്തന രഗതസിയാദല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരാത്മാവിന്റെ പകർച്ച, കൃപാവരങ്ങളുടെ പകർച്ച, കാഴ്ചപ്പാടുകളുടെ പകർച്ച, വിവേചന വരത്തിന്റെ പകർച്ച പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്റെ ജനത്തിന്റെ മേൽ അയക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാഴ്ചപ്പാടുകൾ, നഷ്ടപ്പെട്ടു പോയ ചില ദർശനങ്ങൾ, ഓ ദൈവം നിനക്ക് മടക്കി തരുന്ന പകൽ. Glory, hallelujah, hallelujah. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, പഴയ 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 കാഴ്ചപ്പാടിലേക്ക്, പഴയ ലക്ഷ്യബോധത്തിലേക്ക് ആത്മാവ് ചെല്ലെ കൊണ്ടുവരാൻ പോകുകയാ. Praise the Lord. Praise the Lord. പ്രാർത്ഥിക്കുന്ന ഏലീശയ്ക്ക് ആരാം രാജാവ് എവിടെ പതിയിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താട്, സ്തോത്രം ചെയ്താട്. ഉപവാസ പ്രാർത്ഥനയല്ലേ? പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറി യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാവിലെ ആത്മാവിന് ഒരു കാര്യം ഓർപ്പിക്കാനുണ്ട്. നിന്റെ ശത്രുക്കൾ എവിടാ പാളയമിറങ്ങിയിരിക്കുന്നത്, ഏതെല്ലാം കൂട്ടുകെട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ആമേൻ ഈ ശക്തിയുള്ള പ്രാർത്ഥിക്കുന്ന കൃപാവരമുള്ള അഭിഷേകത്തിന് അറിയാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ചില ശത്രുവിന്റെ പാളയത്തിൽ തീബോമുകൾ ഇടത്തക്ക നിലയിൽ ചിലരെ ഇതിന് നടുവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഓ റബലഹദന രഗദലഗ ശമന രഗദലഗസ്യ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഉയരത്തിൽ പറക്കുന്ന കഴുകൻ ജീവനില്ലാത്തതൊന്നും ഭക്ഷിക്കത്തില്ല.
ചത്തതൊന്നും എന്ത് ചെയ്യത്തില്ല, ഭക്ഷിക്കത്തില്ല. ജീവനുള്ളത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഹലോ, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? സമയം ജീവനില്ലാത്തതിന് വേണ്ടി കളയത്തില്ലെന്ന്. ഹലോ, സമയം ജീവനില്ലാത്തതിന് വേണ്ടി കളയത്തില്ലെന്ന്. ജീവൻ നഷ്ടപ്പെട്ടു പോയ വിഷയത്തിന് വേണ്ടി ജീവിതം കളയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്താട്ടെ. ചലിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നിന്റെ ജീവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറയുമ്പോൾ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരെന്ന് പറയുമ്പോൾ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ചത്ത കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കരുത്. നിന്റെ സമയം ആവശ്യമില്ലാത്തതിന് വേണ്ടി കളയരുത്. ചലിക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രമേ ദൈവസഭ സമയം കളയാവൂ. ദൈവസഭ ജീവനുള്ള ചലിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കണം. ഞാൻ ചോദ്യം ചോദിക്കുക, 60-70 എത്രയോ വർഷങ്ങളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരും ഉണ്ട്. ഇത്രയും നാളും ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ സമയം ചെലവഴിച്ചത്? നല്ല കാര്യത്തിന് വേണ്ടി വല്ല സമയം ചെലവഴിച്ചോ? നല്ല കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കണമെങ്കിൽ, അരുതാത്തതിനോട് വേണ്ടാന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അകത്ത് ദൈവശക്തിയുള്ള, അകത്ത് ബലമുള്ള, ഉയരത്തിൽ പറക്കുന്നതൊന്നും ജീവനില്ലാത്തതിന് വേണ്ടി സമയം കളയത്തില്ല. സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. വർഷങ്ങൾ വേസ്റ്റ് ആണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വേസ്റ്റ് ആക്കാനല്ല ദൈവം നിന്നെ കണ്ടേക്കുന്നത്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടാ. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിനകത്തുനിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത്തരത്തിലുള്ള ദൈവശക്തിയുടെ വ്യാപാരമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അയക്കാനിടയാകുന്നത്. എത്ര പേർ ധൈര്യത്തോടെ പറയും, എനിക്ക് ചലിക്കുന്ന കാര്യത്തിന് വേണ്ടി, കർത്താവേ ജീവനുള്ള കാര്യത്തിന് വേണ്ടി, ലക്ഷ്യമുള്ള കാര്യത്തിന് വേണ്ടി ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? പരിശുദ്ധാത്മാവ് പറയുന്നു, അവരെ അങ്ങനെ ഉപയോഗിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord. Praise the Lord. സ്തോത്രം. ജീവിതം വൃഥാവാക്കി കളയരുത്. ജീവിതം വൃഥാവാക്കി കളയരുത്. സ്തോത്രം. Praise the Lord. ജീവിതത്തെ പാഴാക്കി കളയരുത്. അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്. ജോസഫിനോട് ചോദിച്ചാലും ദാനിയേലിനോട് ചോദിച്ചാലും ഒക്കെ അവർ പറയും, ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പാഴാക്കി കളഞ്ഞില്ല. ഞങ്ങൾ നല്ല നല്ല കാര്യത്തിന് വേണ്ടിയാ ഞങ്ങളുടെ ജീവിതം എന്ത് ചെയ്തത്, മാറ്റിവെച്ചത്. എന്നാ കാര്യമെന്നറിയാമോ? അവരുടെ മേൽ ഒരു വിശേഷ ദേവൻ്റെ ആത്മാവ്, ദൈവശക്തിയുടെ ആത്മാവ് അവരുടെ മേൽ ശക്തിയോടെ വെളിപ്പെട്ടത് കൊണ്ട് അവരുടെ ജീവിതത്തെ ആർക്കും പാഴാക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ചലിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? സമയങ്ങൾ ചെലവഴിച്ചു. സ്തോത്രം. മറ്റൊരു കാര്യം, ഈ ഉയരത്തിലേക്ക് പോകാൻ തുടങ്ങിയാൽ കാറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. കഴുകന് കാറ്റൊരു പ്രശ്നമേ അല്ല. കഴുകനെ കാറ്റൊരവസരമായിട്ട് എന്ത് ചെയ്യും? കണക്കാക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങൾ എടുക്കട്ടെ. അവന് സ്തോത്രം ചെയ്താൽ എന്നാ കാര്യം എന്നറിയാമോ? എന്താ, നമുക്ക് കാറ്റ് ഇഷ്ടമാണോ? നമുക്ക് കാറ്റ് ഇഷ്ടമാണോ? പ്രതികൂലങ്ങൾ നമുക്ക് ഇഷ്ടമാണോ? അല്ല, നമുക്ക് പ്രതികൂലങ്ങൾ ഇഷ്ടമല്ല. പക്ഷെ കഴുകനോട് ചോദിച്ചാൽ
കഴുകൻ പറയും, എനിക്ക് കാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്നറിയാമോ? അടുത്ത ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് ഈ കാറ്റാ. സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹൂദാ ദൈവജനത്തോട് പറയുന്നു, നിങ്ങൾ പിന്നെ കാറ്റ് കണ്ടാൽ പേടിക്കത്തില്ല, പ്രതികൂലം കണ്ടാൽ പേടിക്കത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ? അത് നിങ്ങളെ അടുത്ത മണ്ഡലത്തിലേക്കുള്ള അവസരങ്ങളാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതൊരു ടേണിംഗ് പോയിന്റിലേക്ക് ആത്മാവ് നിങ്ങളെ മാറ്റിവിടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെല്ലുവിളികള്, ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങള്, ചില ജയിലറുടെ അനുഭവങ്ങള്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാറ്റ് നിന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ഓർത്തോണം, സ്വർഗം നിനക്ക് വേണ്ടി ചില വഴികൾ പുതിയത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാ. അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാറ്റ് കണ്ടു. പ്രസംഗിക്കുന്നില്ല, പക്ഷെ ആ കാറ്റ് എന്തായി മാറിയെന്നറിയാമോ? ഇതുവരെ ചെന്നെത്താത്തടത്ത റോമിലേക്ക് കൊണ്ടെത്തിക്കത്തക്ക നിലയിൽ ആമേൻ പൗലോസിനെ കൊണ്ടെത്തിക്കുക മാത്രമല്ല, ഇതുവരെ സഞ്ചരിക്കാത്ത ഒരു പുതിയ കപ്പലിൽ കയറത്തക്ക നിലയിൽ സ്വർഗം അവന് വേണ്ടി വഴി തുറക്കാനിടയായി. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഇവിടെ ചിലത് തകരുമ്പോൾ മറ്റൊരു കപ്പൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിട്ടിരിക്കുകയാ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ഈശാനമൂലനാകുന്ന കാറ്റിനെ നീ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനപ്പുറത്ത് ചില പുതിയ വഴികൾ, പുത്തൻ പന്താവുകൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ അർപ്പിക്കുവാനുള്ളത്. ഇന്ന് രാവിലെ ചില ടേണിംഗ് പോയിന്റിലേക്ക് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ ചില കാറ്റടിക്കും. അപ്പം അത് നിൽക്കാൻ പാണ്ട. കാറ്റിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പം അടുത്ത ചില സ്റ്റെപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ച് നടത്താനിടയാകും. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, ഇവിടെ ഇപ്പോൾ ചില കാറ്റുകൾ നീ കാണുന്നില്ലെങ്കിലും ജീവിതത്തിനകത്ത് ചില കാറ്റുകൾ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നീ റെഡിയാണോ? മറ്റു ചില വഴിത്താരകൾ നിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നു, സ്വർഗം ചിലർക്ക് വേണ്ടി ചില കപ്പലുകൾ ഒരുക്കിയിട്ടിരിക്കുക. അത് എവിടാ കിടക്കുന്നെന്ന് അറിയത്തില്ല, എവിടാ കിടക്കുന്ന അറിയത്തില്ല. അവിടേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ചില ചിന്തകൾ ഞാൻ കൈമാറിയെന്നേ ഉള്ളൂ. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ചില ദൂതുകൾ പരിശുദ്ധാത്മാവ് കൈമാറിയിരിക്കുകയാണ്. ഇവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇവിടെ ഈ ശക്തി എന്ന് പറയുന്നത് അകത്തുള്ള ശക്തിയാ, ഇൻവേർഡ് സ്ട്രെങ്താ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതാണ്. ശാരീരികമായ ശക്തിയല്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുടെയൊക്കെ ശക്തി, അവരുടെ ബലം, അവരുടെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ അകത്ത് ഭയങ്കര ശക്തിയാണ്. അതെന്തോ ശക്തിയാണെന്നറിയാമോ? മോറൽ സ്ട്രെങ്താ.
മോറൽ സ്ട്രെങ്ത്, ചില പരീക്ഷകളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ എങ്ങനെയുള്ള ശക്തിയാണ് വേണ്ടിയത്? വെറുതെ ബഹളമുണ്ടാക്കുന്ന ശക്തിയല്ല. ഒന്ന് ഞാൻ പറഞ്ഞു, ഉയരത്തി പോകാനുള്ള ശക്തി അല്ലേ? ഉയരത്തി പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നുള്ളത് മനസ്സിലായില്ല. ഇവിടെ പറയുന്നത് ആന്തരികമായ ശക്തി. അകത്തെ മനുഷ്യൻ ശക്തിയോടെ, ഇപ്പം അകത്തെ മനുഷ്യനുമുണ്ട്, പുറത്തെ മനുഷ്യനുമുണ്ട് അല്ലേ? അകത്തെ മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശക്തിയല്ല, മോറൽ സ്ട്രെങ്ത്. ചില പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവശക്തി. സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, 21 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം, നാളെ ഒരു സാക്ഷ്യത്തിന് സമയം അനിശ്വാസം തരത്തില്ല. അതിന് സമയമില്ല അല്ലേ? കൊടുക്കുമോ ബിജു ബ്രദറെ? സാക്ഷ്യത്തിന് സമയമില്ല നാളെ. എന്നാലും ചിലരൊക്കെ ഒന്ന് അത്യാവശ്യം പറയണമെന്ന് പറഞ്ഞിരിക്കുക. സ്തോത്രം. പാട്ടുപാടി സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ ചെല്ലു പാടാൻ പോകുന്ന പാട്ട് ഏതായിരിക്കും? ജീവിതമിന്നും ശരിയായിട്ടില്ലയോ. TPM-ലെ മൂപ്പനാണെങ്കിൽ ജീവിതം ശരിയായിട്ട് പാടിയാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുത്തും. ഞങ്ങളുടെ അനീഷ് പാസ്റ്റോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യത്തില്ല. അതിന് വേറെ പല കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇരുത്താത്തത്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, 20 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ജീവിതം ഇന്ന് ശരിയായിട്ടില്ലയോ എന്നുള്ള പാട്ട് പാടാനല്ല ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ജീവിതം ക്രമീകരിച്ചവർ പാടേണ്ട പാട്ടാണ്. സ്തോത്രജിതാണ് യേശുവിന്റെ നാമത്തിൽ. അകത്ത് ശക്തി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ പരാജയത്തിന്റെ പാട്ടല്ല, വിജയത്തിന്റെ പാട്ടാ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇതുവരെ പരാജയപ്പെട്ടവനെ നോക്കി ശത്രു അട്ടഹസിക്കുമ്പോൾ ഇന്ന് മകൾ ആത്മാവിന്റെ ബലത്തോടെ പറയണം, ഞാൻ ഇനി പരാജയപ്പെടത്തില്ല, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഈ ശക്തി വേണം? എനിക്ക് ഇൻവേർഡ് ശക്തി, ഒരു മോറൽ സ്ട്രെങ്ത് വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം ചെയ്താണ്. ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ, നീ പാപത്തോട് പോരാടി ജയിക്കുക തന്നെ ചെയ്യും. പാപത്തോട് നീ കോംപ്രമൈസ് ചെയ്യത്തില്ല. ചിലതിനോട് നോ എന്ന് പറയും, ചിലതിനോട് വേണ്ട എന്ന് പറയാൻ കഴിയും. ഇന്ന് എങ്ങനെയാണെന്നറിയാമോ? അകത്ത് ശക്തി ഉണ്ടെങ്കിൽ ചിലതിനോട് നീ നോ പറയും. യേശുവിന്റെ നാമത്തിൽ ഓ റബ ശമന റബസിയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദാനിയേൽ എന്തോ പറഞ്ഞേ? മക്കൾ പറഞ്ഞാട്ടെ. ദാനിയേൽ 1:8 എന്താ പറഞ്ഞ്? ഞാൻ തന്നെത്താൻ അശുദ്ധനാകിയില്ലെന്ന് ഹൃദയത്തിനകത്ത് നിശ്ചയിച്ചു. പാസ്റ്റ് പറഞ്ഞത് കൊണ്ടല്ല, പ്രവാചകൻ പറഞ്ഞത് കൊണ്ടല്ല. ഞാൻ പാപം ചെയ്യത്തില്ലെന്ന് ദാനിയേൽ ഹൃദയം കൊണ്ട് സംസാരിച്ചു, ഹൃദയത്തിൽ തീരുമാനമെടുത്തു. അകത്ത് ശക്തി ഉണ്ടെങ്കിൽ യാതൊരു കോംപ്രമൈസുമില്ല. സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടല്ലോ, യാതൊരു കോംപ്രമൈസ് ഉള്ളവരെയും ഇതിന്റെ ചുറ്റുപാടി കാണാൻ പാടില്ല, നിന്റെ വീട്ടിൽ കാണാൻ പാടില്ല, നിന്റെ പള്ളിക്കകത്ത് കാണാൻ പാടില്ല. അകത്ത് തീരുമാനമുള്ള ചിലതിനെ വേണം ഇതിനെ ഇത് കഴിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ.
ലോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ജോസഫിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു കൊച്ചു പാപം ചെയ്യാമെന്ന് പൊത്തിപ്പേറിന്റെ ഭാര്യ പറഞ്ഞപ്പോഴേ, ഇവിടെ ആരുമില്ല, നമുക്കൊരു പാപം ചെയ്യാം. രഹസ്യ പാപം. മിസ്രൈമിലെ പാപത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഏത് പാപവും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. മോശ അങ്ങനല്ലേ 40-ാമത്തെ വയസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്നാണ് ഒരുത്തനെ അടിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെങ്കിൽ ഒരുത്തനെ അടിച്ച്. പുള്ളി 40-ാമത്തെ വയസ്സിൽ ചെയ്ത ശുശ്രൂഷ ആശയ ശുശ്രൂഷ, ശവസംസ്കാര ശുശ്രൂഷയാണ്. പിന്നീട് ആ മോശം വിളിച്ച് ഓർഡിനേഷനൊക്കെ കൊടുത്ത് ആത്മധർമ്മൊക്കെ വന്നു. പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. 40-ാമത്തെ വയസ്സിൽ പുള്ളി ചെയ്ത ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ അതാ. സ്വതന്ത്രം. പുള്ളി തന്നെ ഒരാളെ കൊന്ന ഒരാൾ കുഴിയൊക്കെ എടുത്ത് അതാ ഈ മിസ്രൈമ്യ പാപത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അതേ പട്ടണത്തിൽ അതേ വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് ജനിച്ച യോസഫ് പറഞ്ഞു പാപം ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം അകത്തി ശക്തിയുള്ളവൻ നോ പറയും. സ്വതന്ത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് വന്ന് വെറുതെ കൈയടിച്ചിട്ട് പോകരുത്. നീ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മദ്യത്തിന്റെ കാര്യത്തിൽ, മയക്കുമരുന്നിന്റെ കാര്യത്തിൽ, പുകവലിയുടെ കാര്യത്തിൽ, ധാർമ്മികപരമായ കാര്യത്തിൽ നിന്റെ അകത്ത് ശക്തി ഉണ്ടെങ്കിൽ ചിലതിനോട് നോ നോ പറയും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സ്വതന്ത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. ജയിച്ചവരെയാ ദൈവത്തിന് വേണ്ടിയത്, പരാജയപ്പെട്ടവരെ അല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി, കഴിഞ്ഞ ചില മാസങ്ങളായി പരാജയത്തിൽ കുപ്പുകുത്തി കിടക്കുന്ന ചിലത് ഇന്നു പകൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവശക്തി ഇവിടെ. എത്ര പേർക്ക് എനിക്കൊരു ജയകരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര സഹോദരി സഹോദരന്മാർ ഇവിടെ ഉണ്ട്? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ കൈ ഉയർത്തേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ 12:45 സമയത്ത് ചിലരെ പൊക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ദൈവമേ, ഒരു ആന്തരികമായ ശക്തി, ഒരു മോറൽ സ്ട്രെങ്ത് ദൈവം എൻ്റെ മേൽ അയക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? അവരുടെ മേൽ ദൈവശക്തി അയക്കാൻ പോകും. എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിച്ച് അഭിഷേകത്തിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മശക്തിയിൽ ദൈവത്തെ ആരാധിക്കാം. Glory babala bala hadurala bashamdana rabasiyadala. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ശിബല ബല ഹദന റബസിയദല. Glory to God. ഇന്ന് പകലിൽ ഒരു ആന്തരിക ശക്തിയാണ് ദൈവം നിങ്ങളുടെ മേൽ അയക്കാൻ പോകുന്നു. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഇതുവരത്തെ പരാജയം ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ചില ട്രാൻസാക്ഷൻസുകൾ ദൈവാത്മാവ് അയക്കാൻ പോവുകയാണ്. ചില കൈമാറ്റങ്ങൾ ആത്മാവ് ചെയ്യാൻ പോകും. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്, ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. അല്ലാതെ ഇവിടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ട് ഞാനിവിടെ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്ത് ഇതിൻ്റെ നടുവിൽ ചില കൈമാറ്റം ദൈവാത്മാവ് ചെയ്യുക. കൈമാറ്റം ചിലത് കൈമാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശു ഇതൊരു ടേണിംഗ് പോയിന്റ് ആക്കി ആത്മാവ് തീർക്കാൻ പോകുകയാ. ഇന്ന് പകൽ, ഈ 13-ാം തീയതി പകൽ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി ആത്മാവ് മാറ്റാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ ചിലതിനോട് ഗുഡ് ബൈ പറയാൻ പോകുകയാ. യേശുവിന്റെ നാമം ചിലതിനോട് ഗുഡ് ബൈ പറയാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് ചില കെട്ടുകളെ പൊട്ടിച്ച് ചില പുറത്തു വരാൻ പോകുക. ചില കെട്ടുകളെ പൊട്ടിച്ച് ചില പുറത്തു വരാൻ പോകുക. വർഷങ്ങളായി ഇതിനെ ബന്ധിക്കുന്ന ചില പാപത്തിന്റെ അമിക്കയറുകളെ ഇന്ന് പകൽ പൊട്ടിച്ച് പുറത്തു വരാൻ
ഓ റബലബല ഹദനരഗദല ഹംദന ബൗഷമനരഗദല ഉടമനരഗദലഗ ശമനരഗദലഗ സിയാദല. യേശുവിന്റെ നാമത്തിൽ കൃപയാവരിക്കട്ടെ, കൃപയാവരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ശിഖറാല ഹദര ഹദര രഗദ വൈഡ രദല ജുബര മനദ രദല ഹദര രഗദ. ഒരു കത്തിക്ക് തീ പിടിച്ച് അടുത്ത കത്തിയിലേക്ക് അവൻ കത്തുന്നത് പോലെ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ അത് ശക്തിയോടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റബല ഹദരബല ഹദനലബ ശദനരബസിയാദല. Glory, hallelujah, hallelujah. Praise the Lord. Glory. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Thank you, Jesus. Thank you, Jesus. Hallelujah. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അപ്വേഡ് ഗ്രോത്ത്, അപ്വേഡ് സ്ട്രെങ്ത്, ഇൻവേഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒരു ഔട്ട്വേഡ് സ്ട്രെങ്ത് ഉണ്ട്. അവർ ക്ഷീണിക്കുകയില്ല, അവർ നടക്കുകയല്ല, അവരോടാൻ പോകുകയാണ്. അവരോടാൻ പോകുക. ഓട്ടം കാണുമ്പോൾ അറിയാം ഇവരെവിടെ നിന്നോ വന്നവരാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ നടന്നതുപോലെ, ഇതുപോലെ ക്ഷീണിച്ചിരുന്നത് പോലെയല്ല. ചിലരെ ഓടിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ചിലരെ ഓടിക്കാൻ പോകുക. ഓ ഹാ ശിബരബല ഹദനരബസിയാദല. യേശുവിൻ്റെ നാമത്തിൽ Glory, hallelujah. Shivarabala hadala bashamdana rabasiyadala. Glory, hallelujah, hallelujah. Thank you, Jesus. ഓടുക എന്ന് പറഞ്ഞാൽ ചില സ്പീഡ് വേണ്ടേ? ഹലോ, സ്പീഡ് വേണ്ടേ? വേണം. ഈ ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഉറക്കം തൂങ്ങിയ സഭകളുണ്ട്, ഉറക്കം തൂങ്ങിയ സഭകൾ. ഇതിനകത്തും ചില ഉറങ്ങുന്നോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. സ്തോത്രം. ചിലർ പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ ഓടണമെങ്കിൽ എന്താ വേണം? സ്പീഡ് വേണം. സ്തോത്രം. സ്പീഡ്. ചില സഭയ്ക്ക് സ്പീഡില്ല, ഞങ്ങളെപ്പോലുള്ള ചില ഉപദേശിമാർക്ക് സ്പീഡില്ല, ഒരു സ്പീഡുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലത് നേടിയെടുക്കാനുള്ള സ്പീഡ്, മുമ്പിൽ പോകാനുള്ള സ്പീഡ് സ്വർഗം ഇന്ന് പകൽ പകരാൻ പോകുകയാണ്. ഇസ്രായേലിനോട് പറയുകയാണ്, നീ കാത്തിരുന്നോ, ഞാൻ നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കാത്തിരിക്കുന്നുണ്ടോ നീ പുറകിലല്ല, നിന്നെ മുമ്പിൽ കൊണ്ടുവരും. ശിവറബല ഹദന. ആകാവ് ആഹാരമൊക്കെ കഴിച്ച് അല്ലേ? ഏലിയാവാണെങ്കിൽ ഫാസ്റ്റിങ്ങാ.
പക്ഷെ എത്തിയതാരാ മുമ്പിൽ? ഏലിയാവെത്തി അല്ലേ? മുമ്പിലാണോ? ഏലിയ മുമ്പിലാ. രാജാവിന്റെ രഥത്തിന്റെ മുമ്പിൽ വരിക. ഇവിടുത്തെ ചില രാജാക്കന്മാരുടെ രഥത്തിന്റെ മുൻപിൽ നീ വരും. എന്ത്? നിനക്കോടാനുള്ള ശക്തിയുണ്ട്. ചിലത് നേടിയെടുക്കാനുള്ള ശക്തിയുണ്ട് യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. പള്ളിക്കകത്തെ പെന്തക്കോസ്തി ചർച്ച് എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് കാര്യമില്ല. ചിലരെ മുമ്പിൽ വരണമെങ്കിൽ ഓടാനുള്ള ശക്തി അകത്ത് വേണം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ബിജു, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ പള്ളി മുമ്പിൽ വരണമെന്നുണ്ടെങ്കിൽ അകത്ത് ശക്തി വേണമെന്ന്. പള്ളിക്കകത്ത് ശക്തി ഉണ്ടെങ്കിൽ നീ മുമ്പിൽ വരിക തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. പത്രോസിന്റെ മേൽ ശക്തി വ്യാപരിച്ചപ്പോൾ പത്രോസ് പുറകിൽ പോയില്ല, പത്രോസ് മുമ്പിൽ തന്നെ വരാനിടയായി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് ചിലത് നേടിയെടുക്കാൻ, നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന ചില അഭിഷേകത്തിന്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുവാനായി പോകുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് പകൽ രാവിലെ എനിക്ക് ചിലത് നേടിയെടുക്കാൻ, മുമ്പിൽ വരാൻ ഇന്ന് രാവിലെ എനിക്കൊരു ദൈവശക്തി വേണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? അവരുടെ മേൽ ദൈവം തന്നെ ശക്തി അയച്ചു. ചിലരെ പുറകിലല്ല, ഇതുവരെ ഓടിച്ചതുപോലെയല്ല, ഒരു വ്യത്യസ്തമായ നിലകളിൽ ചിലരെ പരിശുദ്ധാത്മാവ് മുൻപിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യമെല്ലാം നമ്മൾ പറയുമ്പം ഞാൻ സമയം ഏകദേശം തീർന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ചിലരെ കണ്ടേക്കും. ദൈവത്തിൻ്റെ പ്രത്യേക പ്ലാനാണ്. ഈ കഴുകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്നാണെന്നറിയാം മനീഷ് മാസ്റ്റേ? ഈ കഴുകനെ സൃഷ്ടിച്ചേക്കുന്ന തന്നെ ഉയരത്തിൽ ജീവിക്കാനാ, അതിനാ ജനിപ്പിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നും ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ കൊമ്പേലിരിക്കാനല്ല, അതിന് ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ അത് ഉയരത്തിൽ പറക്കാനാ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവരിലും മെച്ചമായി ഉയരത്തിൽ തന്നെ നിൽക്കാനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവമക്കളോട് പറയട്ടെ, ചിലർ ജനിപ്പിച്ചിരിക്കുന്നത് ഉയരത്തിൽ പറക്കാനാ. പക്ഷേ പലർക്കും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചേക്കുന്ന ലക്ഷ്യത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒറ്റ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്തിനു വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മണ്ഡലത്തിലേക്ക് നീ മടങ്ങി വരണമെങ്കിൽ, അവിടേക്ക് നിന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിന്റെ അകത്തെന്തോ വേണമെന്നറിയാമോ? ദൈവശക്തി ഉണ്ടേലേ പറ്റത്തുള്ളൂ. ദൈവശക്തി വേണമെന്നുണ്ടെങ്കിൽ യഹോവയെ കാത്തിരിക്കണം. സ്തോത്രം. ചൂട് നിമിത്തം നിങ്ങൾ ക്ഷീണിച്ചെന്ന് എനിക്കറിയാം. ഭയങ്കര ചൂടാണ്. ഞാനും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ഇന്ന് പകൽ, ഇന്ന് രാവിലെ എല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സന്തോഷമാണ്. എന്തുവാണെന്നറിയാമോ? എന്തിനാ? ഉയരത്തി പറക്കാൻ, ചലിക്കുന്ന കാര്യം കാണാൻ, നല്ല ദർശനത്തോടെ നിൽക്കാൻ, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ. അതുമാത്രമല്ല, ഒരു ആന്തരിക ശക്തി പകർന്ന് പാപത്തോട് ഓടാൻ, ചിലത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വ്യത്യസ്തമായ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അബ്രഹാമും സാറയും കാത്തിരുന്നു, നോഗ കാത്തിരുന്നു, ജോസഫ് കാത്തിരുന്നു. കാത്തിരുന്നവർക്കെല്ലാം ദൈവം അതാത് സമയങ്ങൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ അയച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവശക്തിയും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അയച്ചെങ്കിൽ ഈ തലമുറയിൽ ഈ സഭയോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഏതാനും നിമിഷങ്ങളിനുള്ളിൽ ഈ ആരാധന അവസാനിക്കുന്നതായിരിക്കും. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അല്പനിമിഷം എല്ലാവരും വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ട്, വളരെ ശാന്തമായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒരു ഇൻവേർഡ് സ്ട്രെങ്ത്, ആന്തരികമായ ശക്തി എത്ര പേർക്ക് വേണം? ഇന്ന് പകൽ പരാജയപ്പെട്ട നിന്നെ പണിയാൻ, തോറ്റ നിന്നെ പണിയാൻ കഴിയുന്ന ആ ദൈവശക്തിയെ, ആ പ്രതിരോധ ശക്തി, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇതുവരെ പകരാത്ത ഒരു ദൈവശക്തി എൻ്റെ മേൽ അയക്കണമേ കർത്താവേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഗ്ലോറി. അടുത്ത ഒരു ലെവലിലേക്ക് വരുവാൻ കഴിയത്തക്ക നിലയിലുള്ള ദൈവശക്തിയുടെ ബലം എൻ്റെ മേൽ അയക്കണമേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും വാതുറന്ന് പ്രാർത്ഥിച്ചാണ്. നിങ്ങളുടെ കരത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോകുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടെ വലതുകരം ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ സ്വർഗം നിങ്ങളെ തൊടാൻ പോകുക. എല്ലാവരും വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുക. പ്രതിരോധ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ, ഓട്ടത്തിൽ ചില മാറ്റങ്ങൾ, ഉയർച്ചയിൽ ചില മാറ്റങ്ങൾ.